എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചായക്കടയിലൊക്കെ കിട്ടുന്നത് പോലത്തെ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഉള്ളിവട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. 4 സവോള എടുത്തിട്ടുണ്ടെങ്കിൽ 4-5 പേർക്ക് കഴിക്കാനുള്ള ഉള്ളിവട കിട്ടും. സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത സവോള ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. സവോളയുടെ ഇതളൊക്കെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വിട്ട് കിട്ടണം. നല്ലവണ്ണം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഉപ്പ് തിരുമ്മി വെക്കുകയാണെങ്കിൽ ഉള്ളിക്കകത്തെ നീരൊക്കെ ഇറങ്ങി വരും. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ 1 സ്പൂൺ പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കടലമാവും മൈദയാണ്. ഇത് ഏകദേശം ഒരേ അളവിലാണ് എടുക്കുന്നത്. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകളൊക്കെ എടുത്തു വന്ന സമയമായപ്പോഴേക്ക് ഈ ഉള്ളിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തീരെ നീരില്ലാത്ത ഉള്ളിയാണെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കടലമാവിൻ്റെയും മൈദയുടെയും പകുതി ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് വളരെ ചെറുതായിട്ടാണ് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും ചെറുതായിട്ട് മുളക് മുറിച്ചെടുക്കുകയാണെങ്കിൽ കടിച്ചിട്ടുണ്ടെങ്കിലും ആ എരിവ് ഫീൽ ചെയ്യില്ല. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ആദ്യം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ സവോളയിലെ നീര് ഇതുപോലെ പതുക്കെ ഇറങ്ങി വരും. നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് പൊടികൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് കടലമാവും 3/4 കപ്പ് മൈദയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അവരവരെടുത്തിരിക്കുന്ന ഉള്ളിയുടെ വ്യത്യാസം അനുസരിച്ച് പൊടികളുടെ അളവിലും മാറ്റം വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കൂട്ട് കിട്ടുന്നത്. ഉള്ളിവടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളിവട ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇതുപോലെ കൈ വെള്ളത്തിൽ തൊട്ടതിന് ശേഷം ചെറിയ ബോളിൻ്റെ ഷേപ്പിൽ ഈ കൂട്ടെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്യരുത്. പതുക്കെ വേണമെന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിവട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിവട മുഴുവൻ ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ അതേ റെസിപ്പിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇത്രയും വലിപ്പത്തിലല്ലാതെ തീരെ ചെറുതായിട്ട് കുറേശ്ശെ എണ്ണയിലേക്ക് നുള്ളിയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. മൈദ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കടലമാവ് മാത്രം ഉപയോഗിച്ചിട്ടും ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. മൈദയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.